ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ സിംപ്ലി ഇംഗ്ലീഷ് ബൈ മീര. ഇന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് വൈ ഐ വോണ്ട് എ വൈഫ്. ഇതൊരു എസ്സേ ആണ്. ഇത് എഴുതിയിരിക്കുന്നത് ജൂഡി ബ്രാഡി. സോ ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ ചെയ്യുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഈ എസ്സേയുടെ ഓതർ ആയിട്ടുള്ള ജൂഡി ബ്രാഡി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ ഫെമിനിസ്റ്റ് ഓതർ ആയിരുന്നു, ആക്ടിവിസ്റ്റ് ആയിരുന്നു. ബോൺ ഇൻ 1937 ഇൻ കാലിഫോർണിയ. 1962 ഗ്രാജുവേഷൻ പൂർത്തീകരിച്ചു ഫ്രം അയോവ യൂണിവേഴ്സിറ്റി. പ്രൊമിനന്റ് വോയിസ് ഇൻ ദ വിമൻസ് മൂവ്മെന്റ് ഓഫ് 1960s, അതായത് 1960കളിലെ വിമൻസ് മൂവ്മെന്റിൽ വളരെയധികം റോള് അല്ലെങ്കിൽ മുൻനിരയിൽ നിന്നിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ജൂഡി ബ്രാഡി. വൈ ഐ വോണ്ട് എ വൈഫ് എന്നതിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണ് എനിക്കൊരു ഭാര്യയെ ആവശ്യമുള്ളത് എന്നാണ്. സോ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എസ്സേ ആണ്. 1971 മിസ് മാഗസീനിലാണ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു ഫെമിനിസ്റ്റ് സെറ്റയർ ആണ്. ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീപക്ഷം, സെറ്റയർ എന്ന് പറഞ്ഞാൽ ആക്ഷേപഹാസ്യം. സോ ഈ ഒരു എസ്സേ എന്താണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഹൈലൈറ്റ്സ് അൺഈക്വൽ ആൻഡ് അൺഫെയർ ഡൊമസ്റ്റിക് ലേബർ, അതായത് ഒട്ടും ന്യായമല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും സമത്വമില്ലാത്ത, തുല്യതയില്ലാത്ത ഡൊമസ്റ്റിക് ലേബർ അല്ലെങ്കിൽ വീട്ടുജോലികളാണ് ഒരു സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു സൊസൈറ്റി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ട്രഡീഷണൽ മാരേജസിൽ ഒരു സ്ത്രീക്ക് ചെയ്യേണ്ടി വരുന്ന വളരെ അന്യായമായിട്ടുള്ള വീട്ടുജോലികളും അവളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്ന വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദ മെയിൻ ഹ്യൂമർ ഇസ് എ വുമൺ സേയിങ് ഷീ വാണ്ട്സ് എ വൈഫ്. ഇതിലെ പ്രധാന നർമ്മം എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ് ഇവിടെ പറയുന്നത് ദാറ്റ് ഷീ വാണ്ട്സ് എ വൈഫ്, എനിക്കും ഒരു ഭാര്യയെ വേണം എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? ഒരു സ്ത്രീ തന്നെയാണ്. വിച്ച് ഷോക്ക് ദ റീഡേഴ്സ് ഓഫ് 1970s. സോ 1970കളിൽ ഇത് വായിച്ച റീഡേഴ്സിനെ ഈ ഒരു ആവശ്യം അല്ലെങ്കിൽ ഈ ഒരു നർമ്മം ഷോക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. ഐ വോണ്ട് എ വൈഫ് ഇസ് റിപ്പീറ്റഡ്ലി യൂസ്ഡ് ഇൻ ദി എസ്സേ. എനിക്കും ഒരു ഭാര്യയെ വേണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്കൊരു ഭാര്യയെ വേണ്ടത് എന്ന് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നൊരു ഫ്രേസാണ് ഈ ഒരു എസ്സേയിൽ. സോ എന്തുകൊണ്ടാണ് ഓതർ മനഃപൂർവ്വം ഇങ്ങനെ ഒരു ഫ്രേസ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യുന്നത്? ടു ക്രിയേറ്റ് എൻ എൻഡ്ലെസ് ലിസ്റ്റ് ഓഫ് ഡിമാൻഡ്സ് എക്സ്പെക്റ്റഡ് ഓഫ് എ വുമൺ. അതായത് ഒരു സ്ത്രീയിൽ നിന്നും വളരെ എൻഡ്ലെസ് ആയിട്ട്, അതായത് ഒട്ടും അവസാനിക്കാത്ത രീതിയിലുള്ള ലിസ്റ്റ് ഓഫ് ഡിമാൻഡ്സ് ആണ് സൊസൈറ്റി ആഗ്രഹിക്കുന്നത്. റിട്ടൺ ഫ്രം ദ വ്യൂ പോയിന്റ് ഓഫ് എ വൈഫ് ആൻഡ് മദർ. ആരുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് ഇത് എഴുതുന്നത്? ഒരു അമ്മയും അതേപോലെ തന്നെ ഒരു ഭാര്യയും അവരുടെ ആ ഒരു സ്ത്രീയുടെ വ്യൂ പോയിന്റിൽ നിന്നാണ് എഴുതുന്നത്. ദി എസ്സേ യൂസസ് ഐറണി ആൻഡ് ഹൈപ്പർബുലി. എന്താണ് ഈ ഒരു എസ്സേ എംപ്ലോയ് ചെയ്യുന്ന ഡിവൈസസ് അല്ലെങ്കിൽ ടൂൾസ് എന്ന് പറയുന്നത്? ഐറണി എന്ന് പറഞ്ഞാൽ വിരോധാഭാസം, ഹൈപ്പർബുലി എന്ന് പറഞ്ഞാൽ വളരെയധികം പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു രീതി. സോ ജെൻഡർ ഇൻഇക്വാളിറ്റീനെ ക്രിട്ടിസൈസ് ചെയ്യാനാണ് ഈ ടൂൾസ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് പാരഗ്രാഫിന്റെ സമ്മറി നോക്കാം. ഇവിടെ ഓതർ എങ്ങനെയാണ് തന്നെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഷീ സേസ് ദാറ്റ് ഷീ ബിലോങ്സ് ടു ദാറ്റ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നോൺ ആസ് വൈവ്സ്. അതായത് സൊസൈറ്റി ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഭാര്യ എന്നുള്ളൊരു വിഭാഗത്തിലാണ് താൻ പെടുന്നത് എന്നാണ് ഓതർ ഇവിടെ ആദ്യമേ തന്നെ പറയുന്നത്. ഷീ ഈസ് ഓൾസോ എ മദർ. ഒരു ഭാര്യ മാത്രമല്ല അവർ അല്ലെങ്കിൽ ഓതർ ഒരു അമ്മയും കൂടിയാണ്. ആൻഡ് ഡയറക്ട്ലി അവർ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഓതർ ഇവിടെ സംസാരിക്കുന്നത് വളരെ റീസെൻ്റ്ലി ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള തൻ്റെ ഒരു ആൺ സുഹൃത്തിനെ പറ്റിയാണ്. സോ ഈ ഒരു ആൺ സുഹൃത്തിന് ഒരു കുട്ടിയുണ്ട് ആ ഒരു മാരേജിൽ. സോ ആ ഒരു കുട്ടി എവിടെയാണ് താമസിക്കുന്നത്? ഒരു സംശയവും ഇല്ലാതെ തന്നെ പറയാം, ആ കുട്ടി താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എക്സ് വൈഫിൻ്റെ ഒപ്പമാണ് അല്ലെങ്കിൽ മുൻ ഭാര്യയുടെ ഒപ്പമാണ് എന്നാണ്. ആൻഡ് ആസ് എക്സ്പെക്റ്റഡ് ഈസ് ലുക്കിംഗ് ഫോർ അനദർ വൈഫ്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാര്യയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വൺ ഈവനിങ് വൈൽ ദി ഓതർ ഇസ് അയേണിങ്. ഒരു ദിവസം ഇങ്ങനെ ഈവനിങ് സമയത്ത് ഓതർ ഇങ്ങനെ അയേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രസ്സ് അയേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഐഡിയ ഓതറിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എന്താണ് ആ ഐഡിയ? ഐ ടു വോണ്ട് എ വൈഫ്. എനിക്കും ഒരു ഭാര്യയെ വേണം. ഇങ്ങനെ ഒരു ചിന്തയാണ് ഓതറിൻ്റെ മനസ്സിലേക്ക് വന്നത്. ദെൻ ഷീ ഗോസ് ഓൺ ടു സ്റ്റേറ്റ് ദ മെനി റീസൺസ് വൈ ഷീ വാണ്ട്സ് എ വൈഫ്. എന്തുകൊണ്ടാണ് എനിക്കൊരു ഭാര്യയെ വേണ്ടത് എന്നുള്ള പല കാരണങ്ങളാണ് ഇവിടെ ഓതർ നിരത്തുന്നത്. സോ ബാക്കിയുള്ള പാരഗ്രാഫിൽ നമ്മൾ വായിക്കുന്നത് എന്തുകൊണ്ടാണ് ഓതറിന് ഒരു ഭാര്യയെ വേണ്ടത് എന്നുള്ള കാരണങ്ങളാണ്. സെക്കൻഡ് പാരഗ്രാഫിൻ്റെ സമ്മറി നോക്കാം. ഇവിടെ ഓതർ പറയുന്നത് തനിക്കും ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയാണ്. അതായത് ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ താനും തൻ്റെ സ്കൂളിംഗ് പൂർത്തീകരിച്ചേനെ എന്നാണ് പറയുന്നത്. അതായത് ഹയർ എഡ്യൂക്കേഷൻ ചെയ്തേനെ എന്നാണ് പറയുന്നത്. സോ അന്നത്തെ കാലത്ത് പുരുഷന്മാർ ഹയർ എഡ്യൂക്കേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് വളരെ യൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എന്തുകൊണ്ടാണ് അവർ ഹയർ എഡ്യൂക്കേഷൻ ചെയ്യുന്നത്? ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. സോ ഇവിടെ ഓതർ എന്താണ് പറയുന്നത്? തനിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ തനിക്കും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകാമായിരുന്നു എന്നാണ്. എ വൈഫ് ഹു വിൽ ടേക്ക് കെയർ ഓഫ് എ ചിൽഡ്രൻ ആൻഡ് കീപ് ട്രാക്ക് ഓഫ് ദി ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്. അതുപോലെ തന്നെ ഓതർ തൻ്റെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും
ചെയ്യുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും വീട്ടിലെ കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനും ഒരു ഭാര്യയെ തനിക്ക് വേണം. സോ ആ ഭാര്യ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്, കുട്ടികളുടെ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ്, അതുപോലെ തന്നെ ഡെൻറ്റിസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഒക്കെ ഓർത്ത് വെക്കുകയും അത് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ തനിക്ക് തൻ്റെ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യാമായിരുന്നു. അതേപോലെ തന്നെ വൈഫ് വാഷസ് ചിൽഡ്രൻസ് ക്ലോത്ത്സ്, തൻ്റെ കുട്ടികളുടെ ഡ്രസ്സ് വാഷ് ചെയ്യുകയും അതേപോലെ തന്നെ അവരുടെ സ്കൂളിലെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുകയും അത് മാത്രമല്ല അവരുടെ ഒരു സോഷ്യൽ ലൈഫിന് വേണ്ടിയിട്ട് അവരെ സൂ അല്ലെങ്കിൽ പാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഭാര്യയെ തനിക്കും ആവശ്യമുണ്ട് എന്നാണ് ഓദർ ഇവിടെ പറയുന്നത്. തൻ്റെ കുട്ടികൾക്ക് അസുഖം വരുമ്പോൾ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഭാര്യയെ വേണം. അതേപോലെ തന്നെ ഭാര്യ വർക്കിംഗ് ആയിരിക്കണം, പക്ഷേ ജോലി നഷ്ടപ്പെടാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ ആ ഭാര്യയ്ക്ക് സാധിക്കണം. തേർഡ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? തൻ്റെ ഭാര്യ തനിക്ക് വേണ്ടി ചെയ്തു തരേണ്ട ഫിസിക്കൽ നീഡ്സിനെ പറ്റിയാണ് പറയുന്നത്. സോ എന്തൊക്കെ ഫിസിക്കൽ നീഡ്സ് ആണ് ഭാര്യയിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നത്? കീപ്പിംഗ് ദ ഹൗസ് ക്ലീൻ, വീട് വൃത്തിയായി വെക്കണം. അതേപോലെ തന്നെ വാഷ് ചെയ്യണം, ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യണം, അത് അയേൺ ചെയ്യണം. അതേപോലെ തന്നെ കാര്യങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ അതാത് സ്ഥലത്ത് പ്രോപ്പർ പ്ലേസസിൽ വെക്കണം. അതേപോലെ തന്നെ തൻ്റെ വൈഫ് ഒരു നല്ല കുക്കായിരിക്കണം. വെറുതെ കുക്ക് ചെയ്താൽ മാത്രം പോരാ, ഒരു നല്ല കുക്കും കൂടി ആയിരിക്കണം. വൈഫ് ഹു ഡസ് ഗ്രോസറി ഷോപ്പിംഗ്, വീട്ടിലേക്ക് വേണ്ട പലചരക്ക് കാര്യങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവരുന്ന ഒരു ഭാര്യയായിരിക്കണം. അതേപോലെ തന്നെ മീൽസ് പ്രിപ്പയർ ചെയ്യണം. അത് പ്രിപ്പയർ ചെയ്താൽ മാത്രം പോരാ, വളരെ പ്ലസൻ്റ് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി അത് സെർവ് ചെയ്യണം. അതിനുശേഷം അതൊക്കെ ക്ലീൻ ചെയ്യണം. തനിക്ക് അസുഖം വരുമ്പോൾ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ഭാര്യയാണ് ആവശ്യം. തൻ്റെ അസുഖത്തിൽ സിമ്പതി തോന്നുന്ന ഒരു ഭാര്യയും കൂടി ആയിരിക്കണം. അതേപോലെ തന്നെ വെക്കേഷൻ സമയത്ത് ചിലപ്പോഴൊക്കെ ഓദറിന് വെക്കേഷൻ ആവശ്യമായിട്ട് വരും. സോ ആ വെക്കേഷൻ സമയത്ത് തൻ്റെ ഒപ്പം വരികയും കുട്ടികളെ നോക്കുകയും ചെയ്യുന്ന ഒരു ഭാര്യയായിരിക്കണം. എന്നാൽ മാത്രമാണ് ഓദറിന് ശരിയായ രീതിയിൽ റെസ്റ്റ് എടുക്കാൻ സാധിക്കുകയുള്ളൂ. വൈഫ് ഡസൻ കംപ്ലൈൻറ്റ് അബൌട്ട് ഡ്യൂട്ടീസ്, അതായത് തൻ്റെ ഡ്യൂട്ടീസിനെ പറ്റി പരാതി പറയുന്ന ഒരു ഭാര്യ ആയിരിക്കരുത്. എ വൈഫ് വിൽ ടൈപ്പ് പേപ്പേഴ്സ് ഫോർ ദി ഓദർ, അത് മാത്രമല്ല തൻ്റെ സ്റ്റഡീസിലും തന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഭാര്യ ആയിരിക്കണം. തൻ്റെ പേപ്പേഴ്സ് എല്ലാം ടൈപ്പ് ചെയ്ത് തരിക, ഇങ്ങനെയുള്ള ഹെൽപ്പുകളും ഭാര്യ ചെയ്യണം. ഫോർത്ത് പാരഗ്രാഫിൻ്റെ സമ്മറി നോക്കാം. ഈ ഒരു പാരഗ്രാഫിൽ സോഷ്യൽ ലൈഫിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഓദറിൻ്റെ സോഷ്യൽ ലൈഫ് എങ്ങനെയായിരിക്കണം ഭാര്യ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത്. സോ എ വൈഫ് ടു ടേക്ക് കെയർ ഓഫ് ദി ഡീറ്റെയിൽസ് ഓഫ് സോഷ്യൽ ലൈഫ്, എ വൈഫ് ടു മേക്ക് ബേബി സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ്, അതായത് ഭാര്യയും ഭർത്താവൊക്കെ പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികളെ താൽക്കാലികമായി നോക്കാൻ ഏൽപ്പിക്കുന്നതിനെയാണ് ബേബി സിറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. സോ ഒരു അറേഞ്ച്മെൻറ്റ് ആരാണ് ചെയ്യേണ്ടത്? ഭാര്യ ചെയ്യണം. സോ ഓദറും അതേപോലെ തന്നെ ഓദറിൻ്റെ വൈഫും പുറത്തേക്ക് പോകുമ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ് ആരാണ് ചെയ്തു കൊടുക്കേണ്ടത്? വൈഫ് ചെയ്തു കൊടുക്കണം. സോ അങ്ങനെ ഒരു ഭാര്യയെ ആവശ്യമുണ്ട്. വൈഫ് ടു ക്ലീൻ ദ ഹൗസ്, അത് മാത്രമല്ല പലപ്പോഴും ഓദറിൻ്റെ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് ക്ഷണിക്കും. സോ ആ ഒരു ക്ഷണിക്കുന്ന സമയത്ത് ആ വീട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്പെഷ്യൽ മീൽസ് സെർവ് ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഇവർ സംസാരിക്കുന്ന സമയത്ത് ശല്യപ്പെടുത്താതെ ഇരിക്കുന്ന ഒരു ഭാര്യയെ ആവശ്യമുണ്ട്. ഫിഫ്ത്ത് പാരഗ്രാഫിൻ്റെ സമ്മറി നോക്കാം. ഇതിൽ സെക്ഷുവൽ നീഡ്സിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഓദറിൻ്റെ എല്ലാ സെക്ഷുവൽ ഡിസയേഴ്സും സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു ഭാര്യയായിരിക്കണം. അത് മാത്രമല്ല പാഷനേറ്റ്ലി ലവ് ചെയ്യുന്ന ഒരു ഭാര്യയായിരിക്കണം. മറിച്ച് യാതൊരു സെക്ഷൽ അറ്റൻഷനും തിരിച്ച് പ്രതീക്ഷിക്കാത്ത ഒരു ഭാര്യയും കൂടി ആയിരിക്കണം. വൈഫ് ഹു ടേക്സ് കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് ബർത്ത് കൺട്രോളിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു ഭാര്യയെ വേണം. അതേപോലെ തന്നെ സെക്ഷുവലി ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം, ലോയൽ ആയിരിക്കുന്ന ഒരു ഭാര്യയെ വേണം. വൈഫ് ഹു അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ദി ഓദർ കൻ നോട്ട് റിമെയിൻ മോണോഗമസ്. സോ ഈ ഒരു ഭാര്യ എന്തും കൂടെ മനസ്സിലാക്കണം, തനിക്ക് മോണോഗമസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വസ്തുത അറിയുന്ന ഒരു ഭാര്യയായിരിക്കണം. മോണോഗമസ് എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് മാത്രം ഒതുങ്ങാത്തത്, അതായത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിൽ തനിക്ക് താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ഭാര്യയും കൂടി ആയിരിക്കണം. സിക്സ്ത് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? എ വൈഫ് ഹു ഗിവ്സ് ഫ്രീഡം ടു റീപ്ലേസ് ഹെർ, അതായത് ഓദർ മറ്റൊരു നല്ല ഭാര്യ അല്ലെങ്കിൽ മറ്റൊരു നല്ല സ്ത്രീയെ, സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ത്രീയെ കണ്ടുമുട്ടുകയാണെങ്കിൽ ആ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാനുള്ളൊരു ഫ്രീഡം ആര് കൊടുക്കണം? ഈ ഒരു ഭാര്യ കൊടുക്കണം. അങ്ങനെ ഒരു ഭാര്യയാണ് ആവശ്യം. വൈഫ് ഹു ടേക്സ് ഫുൾ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ചിൽഡ്രൻ, അങ്ങനെ മറ്റൊരു സ്ത്രീയുമായിട്ടൊരു പുതിയ ജീവിതം തുടങ്ങുന്ന സമയത്ത് കുട്ടികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ഒരു ഭാര്യയെ വേണം. വൈഫ് ഹു ക്വിറ്റ്സ് വർക്കിംഗ് ആൻഡ് സ്റ്റേസ് അറ്റ് ഹോം വൺസ് ദി ഓദർ കംപ്ലീറ്റ് സ്കൂൾ ആൻഡ് ഫൈൻഡ്സ് എ ജോബ്, അതായത് ഓദറിൻ്റെ സ്കൂളിംഗ് ഹയർ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് ഒരു ജോലി ഫൈൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലി കിട്ടുമ്പോൾ എന്താണ് ഭാര്യ ചെയ്യേണ്ടത്? ഭാര്യ വർക്ക് ചെയ്യുന്നത് നിർത്തിയിട്ട് വീട്ടിൽ ഇരിക്കണം. ഇതൊക്കെയാണ്, ഇങ്ങനൊരു ഭാര്യയാണ് ആവശ്യം. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വരിയോട് കൂടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു ക്ലോസിംഗ് ലൈനോട് കൂടിയിട്ടാണ് ഈ എസ്സേ അവസാനിക്കുന്നത്. സോ ആ വരി ഇങ്ങനെയാണ്: മൈ ഗോഡ് ഹൂ വുഡൻറ്റ് വാണ്ട് എ വൈഫ്, എൻ്റെ ദൈവമേ ആർക്കാണ് ഒരു ഭാര്യയെ ആവശ്യമില്ലാത്തത് എന്നാണ് ഓദർ ഇവിടെ അവസാനമായി ചോദിക്കുന്നത്. സോ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെറ്ററിക്കൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഓദറിനോട് തന്നെ ചോദിക്കുന്ന, ഒരു ആത്മകഥം പോലെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതെന്താണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ ഹൈലൈറ്റ്സ് അൺപെയ്ഡ് ആൻഡ്
അൺഎക്നോളജ്ഡ് ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ് ഓഫ് എ വൈഫ്, അതായത് പേയ്മെൻറ്റ് ഇല്ലാത്ത അതേപോലെ തന്നെ ആരും അംഗീകരിക്കപ്പെടാത്ത വീട്ടുജോലികളെ പറ്റിയാണ് പറയുന്നത്, ഒരു വൈഫിനുള്ള ജോലിയെ പറ്റിയാണ് പറയുന്നത്. സോ ഇറ്റ്സ് എ സെറ്റാരിക്കൽ ക്വസ്റ്റ്യൻ, അതായത് വളരെയധികം ആക്ഷേപം തുളുമ്പുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതായത് സൊസൈറ്റിയുടെ വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷനാണ്, അതായത് ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ എന്തൊക്കെയാണ് വൈഫ് ചെയ്തു കൊടുക്കേണ്ടത് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയുടെ ഒരു നേച്ചറാണ് ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെടുന്നത്. സോ ഇങ്ങനെ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ആർക്കാണ് ഒരു ഭാര്യയെ വേണ്ടാത്തത്? എല്ലാവരും ഒരു ഭാര്യയെ ആഗ്രഹിച്ചു പോവും എന്നാണ് ഓത്തർ ഇവിടെ ഉദ്ദേശിക്കുന്നത്.